തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരിൽ എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് പട്നയിൽ ഒരു കടയിൽ ചായ കുടിച്ചുകൊണ്ട് അവിടുത്തെ കടക്കാരനോട് ചോദിച്ചു, ഈ ദാരിദ്ര്യമൊക്കെ കൂടുതലുള്ള മേഖലകളിലേക്ക് പോകാൻ ഏതിൽ പോകണം, എങ്ങനെ പോകണം, എത്ര ദൂരം പോകണം എന്ന് അന്വേഷിച്ചു. അപ്പം ചായക്കടക്കാരൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ നഗരമൊന്ന് വിട്ടാൽ മതി, പിന്നീട് അത് മാത്രമേ ഉള്ളൂ ബീഹാറിൽ കാണാനാണ്. അപ്പം അതാണ് ബീഹാറിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ ആ നഗരത്തിൽ തന്നെയുണ്ട് ഏറ്റവും വലിയ ചേരി. അപ്പോൾ അതാണ് ഒരു യാഥാർത്ഥ്യം. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഡൽഹി, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് അണ്ണാനഗർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചേരിയാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ആ ചേരി ഞാൻ കാണുന്നുണ്ട്, ഒരു മാറ്റവുമില്ല. ഡൽഹിയിൽ കഴിഞ്ഞ 20-22 വർഷമായി ഒരു മാറ്റവുമില്ലാതെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഞാൻ കാണുന്നുണ്ട്. ചേരികളൊക്കെ പോയി ഇടിച്ചു നിരത്തുന്നുണ്ട്, അവരതുപോലെ ഇറക്കി വിടുകയാണ് തെരുവിലേക്ക്. അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം കൊടുക്കുന്നില്ല, ഒരു സംവിധാനവുമില്ല. യമുനയിൽ വെള്ളം കയറുമ്പോൾ ഒരുപാട് മനുഷ്യരിങ്ങനെ റോഡരികിൽ വന്ന് കിടക്കും, പിന്നീട് ആ വെള്ളം ഇറങ്ങാനായിട്ട്. അങ്ങനെ ഒരുപാട് മനുഷ്യർ ഈ മഴക്കാലത്ത് നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. ഇതാണ് നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ കാണുന്നത്. അപ്പോൾ ബീമാരി സ്റ്റേറ്റുകൾ എന്നാണ് ഈ ബീഹാറിനെയും രാജസ്ഥാനിനെയും അതുപോലെ മധ്യപ്രദേശിനെയും ഉത്തർപ്രദേശിനെയും ഒക്കെ തന്നെ വിളിക്കുന്നത്. ആ സ്റ്റേറ്റുകൾക്കൊരിക്കലും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. കരകയറുക എന്നത് അത്ര എളുപ്പവുമല്ല. ജനസംഖ്യയുടെ കാര്യത്തിലടക്കം ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നല്ല, കേരളത്തിലെ ഒരു സംസ്ഥാനവുമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും കേരളത്തെ ചേർത്ത് വെക്കാനേ പറ്റില്ല. ആ നിലയിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പ്രഖ്യാപനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.